അടുത്ത ഹോസ്പിറ്റൽ ജാസ്മിൻ ഗബ്രി ഭയങ്കരമായിട്ട് വീശി നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിനും ഗബ്രിയും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും. അയാള് സമ്മതിക്കോ? അവർ സമ്മതിച്ചുണ്ടോ? നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്ട് ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. അവര് റീച്ച് ആരെങ്കിലും അവിടെ ഉണ്ടാവും. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആർട്ടിസ്റ്റ്. ഒരു വ്യക്തി അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിയേറ്റേഴ്സ്. ബിക്കോസ് നമ്മളെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ? ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്യും, കാണും, ലൈക്ക് ചെയ്യും. സോ ആക്ച്വലി അങ്ങനെ എല്ലാം മിക്സ് വേണം. മീൻസ് ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് ഞങ്ങള് വിചാരിച്ച കാലം നല്ല അവർ ആ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമില് തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു, എന്താ കാര്യം? ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെ കാര്യമില്ല. ഞാൻ എക്സാമ്പിൾ വയ്ക്കുക. റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഫ്രെയിമിലൊന്നും കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്താ പറയാ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാകാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും അറിയാം, ഞാനൊരു ബിഗിനറാണ് ഇന്നത്തെ സംഭവത്തില്. സോ ആഫ്റ്റർ ബിഗ് ബോസ് സെക്കൻഡ് ആൽബമാണ് ഫസ്റ്റ് യെറ്റ് ടു റിലീസ്. അത് ഡിസംബറിൽ കാണും. സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബിഗ് ബാനർ അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂ, എസ്പെഷ്യലി ഷാർണിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത്, ഒരു പ്രൊഡക്ഷന്റെ ഭാഗം പറ്റിയത്, ലൈക്ക് ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ശ്രീതു അതും മെയിൻ ഒരു പാർട്ടാണ് ഇതിന്റെ. സോ യാ, അതൊക്കെ തന്നെ. എല്ലാം വന്നതിന് വളരെ വളരെ നന്ദി. ആൻഡ് അതേപോലെ ഷാർണി ചേച്ചിയുടെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബമിൽ വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ആൻഡ് എനിക്കും ரொம்ப ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന്. ആൻഡ് യെസ്, ആക്ച്വലി നമ്മള് അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത്. കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പം ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം, എനിക്ക് വന്നത് അർജുൻ കൊള്ളാം, വിനുവിന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊടി, മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫുൾ എൻറ്റയർ ടീം, ഇപ്പൊ ജീമോൻ ചേട്ടനായാലും റാഫി ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവര് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല. അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ്. മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു കോർപ്പറേഷൻ ഷൂട്ട്സും അഡ്വർടൈസ്മെന്റ്സ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കിട്ടിയിട്ടില്ല വേറെ. ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോർപ്പറേഷൻ ഷൂട്ട്സ് വന്നു തുടങ്ങിയത്. സോ ദിസ് സെക്കൻഡ് വൺ ആക്ച്വലി ഫസ്റ്റ് വൺ ഡിസംബർ റിലീസ് ഉണ്ട് ആൻഡ് സെക്കൻഡ് ഷാരിനെ വിളിച്ചപ്പോൾ തന്നെ ലൈക്ക് പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. കുറെ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പാട്ട് കേട്ടിട്ട്. ആൻഡ് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് വാസ് ഓൾസോ വിത്ത് ശ്രീതു. കംഫർട്ടബിൾ ആയിരുന്നു, ജസ്റ്റ് റിയാക്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. തീർച്ചയായിട്ടും അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്താണ് കുഴപ്പം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയാ, അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം, അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ. ഇവരെന്ത് ഇവര് ചെറിയ റീൽ ഇട്ടാലും മില്യൺസും ഇതൊക്കെയാണ്. അതൊക്കെ വേറെ ആർക്കും അത്രയും റീച്ച് ഇല്ല. ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി ഐ എം വെരി അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം, ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അർജുൻ ശ്രീതു നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ്, ഇവരുടെ റീല്, ഇവര് ശരണ്യ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുവോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ. ഐ മീൻ ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ പോലെ ഒന്നും ഇറങ്ങി പോവോ ഇങ്ങനെ പറയുമ്പോ. പക്ഷെ ഈ പിള്ളേർ എവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്.
അതെ, നല്ല ലോയൽ ഫാൻസ് നല്ല നല്ല ഫാൻസ് ആണ്. പോസ്റ്റർ എഡിറ്റ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ അപ്പൊ ചീത്തവിളിയാണ്. ഞങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തത് റാഫിൽ പ്രൊഡക്ഷൻ ഹൗസ്, ഫിലിം ഹൗസ്. അധികം അവര് കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊഡക്ഷനാണ്. അപ്പം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ അബൌട്ട് സ്കൈകോഡിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് പ്രിയതമ എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു പാട്ടെടുക്കാം, അല്ലെങ്കിൽ പ്രിയതമ എന്നുള്ള ഒരു വേർഡ് വരാം എന്ന് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇരുന്ന സമയത്ത് മനീഷേട്ടന്റെ വേർഡാണ് പ്രിയതമ എന്ന് പറഞ്ഞാൽ ഡാർലിംഗ്, സ്വീറ്റ് ഹാർട്ട്, മെഹബൂബ, കാതൽ, അങ്ങനെയാണ്. സോ ആ വേർഡ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നമ്മളുടെ അടിപൊളി യങ്ങാണ് മുരളീകൃഷ്ണ. പക്ഷേ അദ്ദേഹത്തിന്റെ കമ്പോസിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നിങ്ങളിനി ഉടനെ തന്നെ കാണാൻ പോകുന്നത്. സോ മുരളീകൃഷ്ണ യങ്ങാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോജക്റ്റ് ആണെന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് കാണണ്ട. ആളൊരു പുലിയാണ്, ഫയറാണ്. ഓക്കെ. പിന്നെ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ മുരളീകൃഷ്ണ. അത് കഴിഞ്ഞിട്ട് ഇതില് വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുവന്നിരിക്കുന്ന സോങ്ങിന്. അത് നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു വിനീത് ചേട്ടൻ ഇതിൽ വരണമെന്ന്. പിന്നെ BK ഹരിനാരായണൻ ചേട്ടനാണ് ഇതില് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മന്ദാകിനിന്റെ മൊത്തം ടീമാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ദൃശ്യത്തിന്റെ എഡിറ്റിംഗ് സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്, ഒരു മൂവി രീതിയിലുള്ള വിഷ്വലൈസേഷൻ. മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞു വിഷ്വലൈസേഷൻ മൂവി രീതിയിൽ ഒരു വിധത്തിൽ ഓഡിയൻസിന് ഒരു കോംപ്രമൈസും ചെയ്യിപ്പിക്കത്തില്ല എന്ന് തന്നെ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊരു എപ്പോഴും ഒരു സോങ് എടുക്കാൻ ഒരു പരിമിതി ഉണ്ടാവും. പക്ഷെ ആ പരിമിതി നമ്മളുടെ ഈ പാട്ടിൽ നമ്മൾ വെച്ചിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലൂർജുൻ ടാഗ് ചെയ്തത്, അതിന് ചീത്ത പറയുകയാണ്. അവിടെ നല്ല ഫാൻസ് ആണ്, ഒരിക്കലും മറക്കില്ല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു, ഫോർ മീ, ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല, ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഒരു 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീതു, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ്. ഇപ്പോൾ സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്ത് കാണാനും, ലൈക്ക് ഒരുമിച്ച് കല്യാണം, അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അത് പിള്ളേർ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് മേടിക്കുന്നേ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സംഭവം ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പൊ കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക്ക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യും. സോ ആ ഇത് ഗിഫ്റ്റ് ലൈക്ക് ഇത് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഇവരൊരു ആർട്ടിസ്റ്റ് ആണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്തത് നല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളാണ് ചെയ്യുന്നല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ലൈക്ക് പ്രൊഡക്ഷൻ പറയുമ്പോൾ എന്താ പറയുക, ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൺസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർ എഴുതിയിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണ്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ
അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. അതിനകത്ത് ആക്ച്വലി എല്ലാവരും മെമ്പർ ആണ്, ബട്ട് ഓൾറെഡി എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയില്ല. എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി ലിറ്റിൽ സൈലന്റ്. ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല. ഐ മീൻ ഗ്രൂപ്പ്സിലൊക്കെ. യെസ്, അതിനകത്ത് ഞാൻ മെമ്പറാണ്. അതിനകത്ത് ഉണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അർജുന ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഏതെങ്കിലും രണ്ടുപേരെ ഏതൊരു പെൺകുട്ടീനെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ ഗോസിപ്പ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ചെറിയതായിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളിൽ മിക്കവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം, ആ രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും പറഞ്ഞ ഫീമെയിൽ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ലൈക്ക് അതിപ്പം ലൈക്ക് ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഒക്കെ. ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് പോകേണ്ട ഷോയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, സ്റ്റിൽ അത് മുമ്പോട്ട് അതുപോലെ തന്നെ. ബിക്കോസ് അതിന് ഒരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ റീച്ചുള്ള ആൾക്കാർ മാത്രം പോരാ. നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ്. സോ ഞാൻ നോക്കുന്നത് എന്താ, എനിക്ക് ഏറ്റവും ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് നോക്കുന്നത്. സോ ഓരോ പ്രൊജക്ട് അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ആൾക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം. സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ വെച്ച് ഒരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുന്നത് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം. സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക, അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ കണ്ടന്റ് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്. നമ്മൾ ഒരു സിനിമ, ഒരു ഡയറക്ടറായി ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ. ലാലേട്ടനെ കിട്ടിയെങ്കിൽ അടുത്ത ആള്. സോ എല്ലാ പ്രോസസ്സും അങ്ങനത്തെയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ കിട്ടി. അതിന് താങ്ക്സ് ടു ശരണ്യ. ബിക്കോസ് ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്തവരെ. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതുപോലത്തെ പ്രൊജക്ട് അല്ലെങ്കിൽ കല്യാണ പ്രൊജക്ട് ആണ്. സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ, കാരണം കണ്ടന്റേ മാറ്റി കളയണം. വേറെ ആൾക്കാരെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ്. സ്കൈക്കോഡ് എന്ന് പറഞ്ഞ നെയിം ഇതിൽ പോപ്പുലർ ആവണമെങ്കിൽ എനിക്ക് ഇവരുടെ റീച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയാണ് ഞാൻ റീച്ചിലേക്ക് എത്തിയത്.